എന്താ ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതെ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാബരക്ക് കളി തമാശക്കാരൻ. നിങ്ങൾ എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നത് കളി തമാശ. അവന് നിങ്ങളത് വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നാണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും, വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുമന്ന് ഇവിടെ നിന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം. വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതൽ മുടക്കൊന്നുമില്ലാതെ പങ്കു വേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട്. ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ലോ എല്ലാരും. പോട്ടാ പോട്ടെ കുഞ്ഞാടിക്ക. അതെ, ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക. അല്ല രക്ഷപ്പെട്ട്. കുഞ്ഞാപ്പിട്ടിക്കാ, ഓം വരുന്നുണ്ട്. മജീദിനെ തച്ച മൻസൂർ. ഈ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ. आ गया साला मेजर साहब। मैं जानता था कि तू जरूर इधर आएगा। बड़ा हिम्मत वाला है ना तू। बोलिए मेजर साहब, എന്ത് തീരുമാനിച്ചു? भाई साहब, आप मेरा बात सुनो. अबे हट जा कुत्ते। छोड़ो, इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं। साले जी सर। नो
എടേ മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക്, ദാ ഈ കോട്ടും സൂട്ടും ഇട്ടു പോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിട്ടില്ല രവി. സംശ अबे मलबारी, अगर तुझे मालूम पड़ेगा ना कि मुझे किसने यहाँ भेजा है तो खड़े खड़े तेरा पेशाब निकल जाएगा बे। ഒന്നും മതിയാക്കി. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്. നിങ്ങൾ എത്ര വലിയ ആളായാലും തെറ്റും കുറ്റം ചെയ്ത ശിക്ഷ ഉറപ്പവിടെ വിട്ട് കളയുന്നു. रवि ये क्या हो रहा है? ദുബായിൽ വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് 2 തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കൊന്നും ഇവനില്ല. ലോക്കൽ കോൺടാക്ട്. Hey, what is this? What are you talking about? നിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുക ഈ പന്നിക്ക്. യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. Give him 24 hours. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്. وحيث أن الخلافات الطارئة بين ഇരു الطرفين കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. സാർ മതി, സാർ മതി. സന്തോഷം, എനിക്ക് സന്തോഷമായി. എന്താ വിക്ടർ ഇതൊക്കെ? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒന്നുമില്ലേലും സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെ സാർ, സാറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല വിക്ടർ, പണമായിട്ട് താനോട് വെയിറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. ആ. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ, ജസ്റ്റ് ഒരു ഡിലേ. കേട്ടോ സാർ, ഞാൻ ബട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ബട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. കൃത്യം 12:30 മണിക്ക് ബാങ്കിലെ മാനേജർ ബട്ടാജി വിളിച്ചു പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ബട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ബട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. എടോ വിക്ടർ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയണോ താൻ പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ എമൗണ്ട് ബട്ടാജി എടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോ കയ്യിൽ ഇത്രയും കാശ് വെച്ചോണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ. എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? എടോ താനെന്നെ. ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ദാ ഇപ്പൊ വിളിച്ചിരുന്നു ബട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബട്ടാജി, ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികളിട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമില്ലേ പറ്റി? നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. Thank you, sir. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാർ ബലത്തിന്. പ്ലീസ് സാർ, cheer up സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി. മനഃപൂർവ്വമല്ല ഞാൻ. ഓക്കെ. പേടിച്ചു പോയി. ഡ്രൈവർ സാർ, നീ വേടിക്കാൻ പാത്തിട്ട് സാർ കാൽ വലിക്ക് தெரியாதா? ഇടിയാ വണ്ടി. സാറിക്ക് അറിവ് കേട്ടപ്പോ അറി ഓൾറൈറ്റ് സാർ. കൃത്യം 6 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്ന് ബട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ എമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ് യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. കയറിയട്ടെ. പിന്നെ സാർ ഒരു മിനിറ്റ്, ഒരു ചെറിയ ആഗ്രഹം. ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിന്റെ ഒപ്പം ഇരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിന്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയിൽ.
പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കഴിക്കും. ഓക്കെ. കാലി